അപ്പോൾ ഈ അലമാര ഒതുക്കലുണ്ടല്ലോ സ്ഥിരം പരിപാടിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു പണിയാണ് ഈ അലമാര ഒതുക്കൽ. അതെനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക സ്ത്രീകളുടെയും സ്ഥിരം പരിപാടിയായിരിക്കും. അപ്പം ഞാനിപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ അത് 2 ദിവസമാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും ഒരു പെട്ടി നിറച്ചും ഡ്രസ്സുകളായിട്ടാണ് ഞാൻ പോകൽ. അതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. കാരണം നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ കൺഫ്യൂഷനാവും. അല്ലെങ്കിൽ നമ്മൾ 2-3 ഡ്രസ്സായിട്ട് പോകുമ്പോൾ എന്താ പറ്റണതെന്നറിയോ? അയ്യോ, ഞാൻ ആ ഡ്രസ്സ് എടുത്തില്ല, അതിട്ടാൽ മതിയായിരുന്നു, ഇതിട്ടാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അലമാരയിലുള്ള കംപ്ലീറ്റ് ഡ്രസ്സ് ഈ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് എൻ്റെ സ്ഥിരം പണി ഗൈസ്. അങ്ങനെ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് വന്നിട്ട് വീണ്ടും അത് ഒതുക്കാനായിട്ട് കയറി. അത്യാവശ്യം നന്നായിട്ട് അലമ്പായിട്ട് തന്നെയാണ് കിടക്കണേ. പിന്നെ എൻ്റെ മടക്കൽ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പെർഫെക്റ്റായിട്ട് നമ്മൾ മടക്കാൻ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് അലമാര ഒതുക്കിക്കൊണ്ടിരുന്ന് നേരം വെളുപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം ഒന്ന് വൃത്തിക്കൊക്കെ മടക്കി വെക്കാം. അപ്പോൾ എനിക്ക് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ മടക്കുന്ന രീതിയിലൊന്നും മടക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മടക്കി അങ്ങനെ നമ്മളൊരു ഭാഗം ക്ലിയർ ചെയ്തു. പിന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസും പിന്നെ മേക്കപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊട്ടിയടിക്കാറില്ല ഇപ്പോൾ. ആദ്യമൊക്കെ നന്നായിട്ട് പൊട്ടിയടിച്ചിരുന്നു, ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഒട്ടും പൊട്ടിയടിക്കലില്ല. അത്യാവശ്യം നമുക്ക് കയ്യിലുണ്ടാവണ ഒരു ലിപ് ബാം ഉണ്ടാവും, പിന്നെ ഒരു മോയ്സ്ചറൈസർ ക്രീം ഉണ്ടാവും, പൗഡർ, കൺമഷി, അതൊക്കെയാണ് ഉപയോഗിക്കലുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പാടെ ഉപേക്ഷിച്ചു. അങ്ങനെ അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള പാട്ടയും ഇതിലൊക്കെ. അപ്പോൾ ഈ കാണുന്നത് എനിക്ക് ഹസ്ബൻഡ് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നത്. പക്ഷേ എൻ്റെ മോളുടെ പണിയാണ്ടത് ഈ പണി കാട്ടി വെച്ചേക്കണത്. ആ കപ്പിൻ്റെ മഗ്ഗിൻ്റെ ആ പിടിക്കണ ഭാഗവും പിന്നെ എനിക്ക് കുറച്ച് മീശയും താടിയൊക്കെ വരച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ എന്നെ ആ കോലമാക്കി. എൻ്റെ മാരേജ് ഫോട്ടോ ആയിരുന്നു അതിൽ. പിന്നെ നമ്മുടെ ബോൾ പിൻ ഇതൊക്കെ ഇല്ലേ, ഹിജാബിൽ കുത്തണ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലുള്ള പാട്ടയും പാത്രം അതിലൊക്കെ നമ്മൾ സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തു, സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ക്രീം, പൗഡർ, ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് ഐറ്റംസ് ആയിട്ട് നമ്മൾ പിന്നെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് നോക്കലുണ്ട്. അപ്പോൾ നമ്മുടെ ഡേം ഡോക്കിൻ്റെ നമ്മുടെ ഇതില്ലേ, സെറം. പിന്നെ അവിടെ ഒരു ഐ ഷാഡോ ഇരിക്കണം. അതെൻ്റെ മോള് വാശി പിടിച്ചിട്ട് വാങ്ങിച്ചിരിക്കണതാണ് ഐ ഷാഡോ. പിന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ തലയിൽ തേക്കുന്ന ക്രീം, പിന്നെ അങ്ങനെ സ്പ്രേ ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ കയ്യെത്തണ ദൂരത്ത് വെച്ചില്ലെങ്കിൽ അതാകെ കൊളാക്കും. പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം എനിക്ക് നല്ല ഇഷ്ടമുള്ള ലിപ് ബാമാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യൽ. അധികം കളറൊന്നും വരില്ല, പക്ഷെ നല്ല മോയ്സ്ചറൈസറാണത് ചുണ്ടിന്. പിന്നെ SPF 30 ഉണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് ഈ ഒരു ഐബ്രോയും ഈ ഐലൈനർ പെൻസിലും ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ്. പിന്നെ ഈ ഷെൽഫ് പൊടി പിടിച്ചിരിക്കുന്നതല്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പാണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തുടച്ചിട്ട് പോകണില്ല. പിന്നെ നമ്മുടെ കൺമഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പണിയാണ്. ഇതൊക്കെ വരച്ച് ഇവിടെയൊക്കെ വൃത്തികേടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് പോകണില്ല. പിന്നെ അതിനകത്ത് നമ്മുടെ സൺഗ്ലാസ് കളക്ഷൻ അതിനകത്തുണ്ട്. പിന്നെ ഇത് ഈ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഒട്ടുമിക്കവരും കൊണ്ടുവന്ന ക്ലെൻസറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് അത്. നന്നായിട്ട് അഴുക്കൊക്കെ പോകും നമ്മുടെ മുഖത്ത്. അപ്പോൾ അതിൻ്റെ കോട്ടൺ അവിടെ എടുത്ത് വെച്ചു. അങ്ങനെ നമ്മുടെ അടക്കി ഒതുക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ തുണി എല്ലാം മടക്കി വെക്കുന്നത് ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ല, ഭയങ്കര ബോറാവും വീഡിയോ. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ഐറ്റംസാണ് താഴ്ത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞു കുറച്ച് മരുന്ന് ഐറ്റംസ്, മേക്കപ്പ് ഐറ്റംസ്, പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ. കുറച്ച് ഡ്രസ്സുകൾ ഇവിടെയും കുറച്ച് ഡ്രസ്സുകൾ കളമശ്ശേരിയിലായിട്ട് ഞാൻ വയ്ക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.